ഹലോ. ഹലോ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. എന്താണ്ട് സുഖല്ലേ? പിന്നെ സുഖം, പരമസുഖം. അപ്പൊ മണ്ണാർക്കാട് നാട്ടിലേക്കൊന്നും പോകാറില്ലേ? പിന്നെ നാട്ടിൽ പോവാതിരിക്കാൻ പറ്റുമോ? നമ്മളെ നാടല്ലേ. കുടുംബത്തിലൊക്കെ അപ്പൊ പോവും വരും ഒക്കെ ചെയ്യൂലേ? പിന്നെ പോണ്ടേ. ഇപ്പോഴല്ല, എപ്പോഴും പോകും വരെയൊക്കെ ചെയ്യും. അല്ല, നിങ്ങളെ ഉമ്മ ഉണ്ടോ? ആ, ഉണ്ട്. അതെ. ഉമ്മക്ക് ഇപ്പൊ സുഖമുണ്ടോ? ഒന്നുമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഏ എല്ലാം സുഖമായിട്ടിരിക്കണോ? വാർദ്ധക്യത്തിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവും, ഷുഗറും പ്രഷറൊക്കെ ഉണ്ട്, വേറെ പ്രശ്നങ്ങളൊക്കെ. ശരി. എന്നിട്ട് വേറെന്താ വിശേഷം? വെറുതെ വിളിച്ചല്ലേ? പിന്നെ പ്രോഗ്രാം ഒക്കെ ഇങ്ങനെ നടക്കണില്ലേ? അടിപൊളിയായിട്ട് നടക്കണ. നിങ്ങളൊന്നും കാണുന്നില്ലേ? നിങ്ങളൊന്നും കാണാറില്ലേ? ഞാൻ നേരിട്ട് കാണണമെന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. നേരിട്ടല്ല, നിങ്ങള് പ്രോഗ്രാം ഒക്കെ കാണലുണ്ടോ? പ്രോഗ്രാം കാണും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ ഞാൻ കാണുന്നില്ലേ, അതല്ലേ ഇപ്പൊ വിളിച്ചത്. അങ്ങനെ കാണുമ്പോ നിങ്ങക്ക് നല്ല ഇൻഫർമേഷൻസ് ഒക്കെ കിട്ടുമല്ലോ. പിന്നെന്താ പ്രശ്നം? വേറെന്തൊക്കെ വിശേഷം? ചായ കുടിച്ചോ? പിന്നെ ഈ ആര്യാട് മുഹമ്മദ് MLA കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്താ പറയുള്ളത്? ആര്യാട് മുഹമ്മദ് MLA നിങ്ങൾക്ക് ആളെ നേരിട്ട് അറിയില്ല. എനിക്ക് ആളെ അറിയില്ല, നേരിട്ട് അറിയില്ല. ടിവിയിലൊക്കെ മാത്രം. അല്ല, നിങ്ങൾ അതേമാതിരി വേറൊരു പ്രസ്ഥാനത്തിന്റെ ലെവലാണല്ലേ? എനിക്കല്ല, അയാള് ഒരു കോൺഗ്രസ്സുകാരനല്ലേ? ആ, കോൺഗ്രസ്സുകാരൻ. അയാള് മരിച്ചുപോയില്ലേ? മരിച്ചുപോയി. അയാള് പിന്നെ പ്രസ്ഥാനം മരിച്ചുപോയ പ്രസ്ഥാനം തന്നെ. എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ഒരാളെ കുറിച്ച്, മരണപ്പെട്ടു പോയ ഒരാളെ കുറിച്ച് ഞാനെന്ത് പറയാനാ? ശരി. വേറെന്താ? ഞാന് നിങ്ങള് ഫേസ്ബുക്കിൽ ഇതൊക്കെ നിങ്ങളും കാണുന്നുണ്ടാവൂലേ ഇപ്പൊ? ആര്യാടെ ഷൗക്കത്ത് എഴുതണതോ? ഷൗക്കത്താണ് നിങ്ങൾ പറഞ്ഞത്? ആര്യാടെ ഷൗക്കത്താണോ? ഷൗക്കത്ത് ആര്യാടെ മുഹമ്മദിന്റെ മകനാണ്. എനിക്ക് ഇവരൊന്നും നേരിട്ട് പരിചയമില്ല. ഒന്നാമത് ഞാൻ കോൺഗ്രസ്സുകാരനല്ല. ശരി. ആയിക്കോട്ടെ, ഞാൻ പുറത്താണ്. വേറെ വിശേഷമൊന്നുമില്ലല്ലോ? വിശേഷിച്ചൊന്നുമില്ല. ഞാൻ വിശേഷം ഉണ്ടായിട്ടേ ഞാൻ ഒന്ന് അന്വേഷിച്ചിട്ട് വിളിക്കാം. നിങ്ങളായിട്ട് സംസാരിക്കാൻ വേറൊരാളായിട്ട് സംസാരിച്ചിട്ടേ നിങ്ങളായിട്ട് സംസാരിക്കാണ്ട്. അപ്പൊ ഒരു ഫോണ് എടുക്കണം നിങ്ങള്. അല്ല, എന്താണ്? ആര് വിശേഷം? എന്ത് വിശേഷം? ആരുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാം? വേറെ ഈ കുടുംബ വിശേഷമല്ല, ദീനീപരമായിട്ടുള്ള ഒരു വിശേഷം. ദീനീപരമായിട്ടുള്ള കാര്യങ്ങൾ വിളിക്കാൻ നിങ്ങൾ ഏത് മൊഴിയാരോ കൂടെ വേണമെങ്കിൽ വിളിച്ചോളി, ഞാൻ വരാം. അല്ല, നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളെ അന്നത്തെ കാലത്ത് ആ നൂറ്റാണ്ടിൽ കഴിഞ്ഞ സംഭവമല്ലേ? ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ അങ്ങനെ ആരെങ്കിലും ഒരു നമ്മൾ പറയണത് ഈ ഇസ്ലാം ദീൻ എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഉണ്ടായതാണ്. അത് ഈ നൂറ്റാണ്ടിൽ കൊണ്ടുനടക്കാൻ പറ്റുന്ന സാധനമല്ല. അല്ല, ഇന്നിപ്പോ ഒരു നാല് സ്ത്രീകളെ സമ്മതിച്ചോ? ഇത് അന്നത്തെ നൂറ്റാണ്ടിൽ നടന്നതാണ്. അത് ഇന്നത്തെ കാലത്ത് ആരും ചെയ്യുന്നില്ല. നിങ്ങൾ സമ്മതിച്ചോ? നിങ്ങളിപ്പോ ഒരു 100 കൊല്ലം മുമ്പ് കാളവണ്ടി ഉണ്ടായിരുന്നു അങ്ങാടിയിലൊക്കെ. അതേപോലെ തന്നെയാണ് ഇപ്പൊ. അപ്പൊ അതേപോലുള്ള ഒരു ആൾക്കാർ ഇപ്പൊ പലിശയുടെ ലെവല് പറഞ്ഞ അതാണ് നിങ്ങൾക്ക് പറഞ്ഞത്. അന്നത്തെ കാലത്ത് ഒരു കാളവണ്ടിയാണ് ഖുറാന്. ഇന്നിപ്പോ നമ്മൾ കാലത്ത് ഈ കാളവണ്ടി കൊണ്ട് നടക്കുന്നത് ഈ കാലഘട്ടത്തിൽ ഇന്ന് ഒരാളും അങ്ങനെ കഴിഞ്ഞുകൂടാൻ കഴിയുന്നില്ല. ഇല്ല. പിന്നെ ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ രൂപത്തിൽ കൂടെ കഴിഞ്ഞുകൂടാ. ആ കാലത്ത് ഉണ്ടാക്കിയ നിയമങ്ങൾ പിന്നെ കെട്ടിപ്പിടിച്ചിരിക്കണം. എന്തിനാണ് അത് കെട്ടിപ്പിടിച്ചിരിക്കുന്ന ഭായി? ഇതിപ്പോ ആ കാലഘട്ടത്തെ ദീനീപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഇപ്പൊ ഇന്ന് ഒരാള് ജീവിക്കണമായിട്ട് പറഞ്ഞു തരും. അല്ല, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ഈ പറഞ്ഞ അതേപോലെ ആ പഴയ കാലഘട്ടത്തിൽ ഇന്ന് ഖുർആൻ അടിസ്ഥാനത്തിൽ ഇന്ന് ജീവിക്കുന്ന ഒരാളെ പറഞ്ഞു തരുമോ? ഖുർആൻ അടിസ്ഥാനത്തിൽ അതന്നെ ഞാനും പറഞ്ഞത്, ജീവിക്കാൻ പറ്റൂല. അല്ല, നിങ്ങൾ അങ്ങനെ ജീവിക്കുന്ന ഒരാളെ പറഞ്ഞു ആൾക്കാർക്ക് ജീവിക്കാൻ പറ്റൂല. ഇന്നലെ ഈ പറഞ്ഞോണ്ടിരിക്കണ ഞാന് ഈ കാലഘട്ടത്തിൽ ഖുർആൻ അനുസരിച്ച് മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റൂല. അങ്ങനെ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഹലാക്കാണ് ഈ സാധനം എന്നാണ് നമ്മൾ ഈ പറഞ്ഞോണ്ടിരിക്കണതേ. പറഞ്ഞുകൊണ്ടിരിക്കുന്ന സംഭവം അതിന് അങ്ങനെയല്ല. അതേപോലെ ജീവിത സാഹചര്യത്തിൽ ജീവിക്കാൻ കഴിയുന്നുണ്ടോ? ഈ ഖുർആൻ പറഞ്ഞ പോലെ ഒന്നും ജീവിക്കൽ ഇന്നത്തെ കാലത്ത് നടക്കൂല. നിങ്ങൾ സമ്മതിച്ചോ?
അത് ഇന്നത്തെ കാലത്ത് ജീവിക്കണില്ല. ജീവിക്കണുണ്ടോ അല്ലെന്നല്ല, ജീവിക്കാൻ കഴിയൂല നിങ്ങൾ സമ്മതിച്ചോ? ജീവിക്കാൻ കഴിയൂല പറഞ്ഞാൽ ഇസ്ലാമിക നിയമപ്രകാരം ജീവിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ഈ മക്കൾ ഉണ്ടായാൽ മതിയോ? പോരാ. ഇപ്പൊ നിങ്ങൾക്കിപ്പോ ഒരു 42 വയസ്സായിട്ടുണ്ടാവും. നിങ്ങളിപ്പോ ഇസ്ലാമിക രൂപാന്തരത്തില് ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എത്ര മക്കൾ ഉണ്ടാവും? എനിക്കറിയില്ല. ഇങ്ങക്ക് ചുരുങ്ങിയത് ഒരു 10 മക്കളെങ്കിലും ഉണ്ടാവും. 25 വയസ്സിൽ കല്യാണം കഴിച്ചു എന്നാണ് അതിനും തടസ്സമൊന്നുമില്ലല്ലോ. അല്ല, ഇപ്പൊ കല്യാണം കഴിച്ചത് ഒരു 25 വയസ്സിൽ കല്യാണം കഴിച്ചതായിട്ട് ഇരിക്കാനാണ് സാധ്യത. അതെ, എന്റെ ഒരു കാഴ്ചപ്പാടില് നിങ്ങളൊരു 25 വയസ്സിൽ കല്യാണം കഴിച്ചിട്ടുണ്ടാവും. സംഗതി പറഞ്ഞു എന്താണ്, ഇന്നത്തെ കാലത്ത് ഖുർആൻ പറഞ്ഞ പോലെ ഇസ്ലാം പറയണ പോലെ ഒന്നും മനുഷ്യന്മാർക്ക് ജീവിക്കാൻ പറ്റുന്ന സാധനമല്ല ഇസ്ലാം എന്നല്ല നിങ്ങൾ പറഞ്ഞത്. അതല്ല, ഇതിപ്പോ ഈ കാലഘട്ടത്തിൽ ഇപ്പൊ ഇസ്ലാമിക രൂപാന്തരത്തിൽ കൂടെ ജീവിക്കുകയാണെങ്കിൽ ഇന്നിപ്പോ ഈ മക്കളെ അതായത് ഇപ്പൊ ഈ കുടുംബാസൂത്രണം വഴി മറ്റുള്ള കാര്യങ്ങളും വഴിയൊന്നും മനുഷ്യന് ജീവിക്കാൻ എങ്ങനെ കഴിയാ? അതാ പറഞ്ഞ ജീവിക്കാൻ പറഞ്ഞാല് നിങ്ങളാന്ന് പറഞ്ഞാല് അതന്നെ ഞാൻ ആ കാലഘട്ടത്തില് മനസ്സിലായില്ലേ? ഇതന്നെയാണ് ഇത് എല്ലാ കാലത്തേക്കും ഉള്ളതാണെന്ന് പറയുമ്പോ നമ്മൾ പറയാണ് ഇത് അങ്ങനെയൊന്നും പറ്റൂല ചങ്ങായിമാരെ, ഇതൊക്കെ കാലഹരണപ്പെട്ടു, ഇതൊന്നും വെച്ചിട്ട് ഇനി ഇത് കെട്ടിപ്പിടിച്ച് ജീവിക്കാൻ പറ്റില്ല എന്ന് തന്നെയാണ് നമ്മൾ പറയുന്നത്. ഞാനും നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ ഒന്നായി. നമ്മൾ കുറെ കാലം തർക്കിച്ചെങ്കിൽ എന്താ, ഇപ്പൊ നമ്മളൊരു സമവായത്തിലെത്തിയില്ലേ? ഇതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ വളരെ ക്ഷമയോടെ സ്നേഹത്തോടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇത് മനസ്സിലാവുന്ന വിചാരിച്ചിട്ടാണ്. സംഭവം ഓക്കെ. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, ഇത് നിങ്ങളോട് ഇഷ്ടം കൊണ്ട് ചോദിച്ചോട്ടെ, വേറൊന്നും നിങ്ങൾ കരുതണ്ട. ഇത് ഈ മനുഷ്യന്മാര് തമ്മിലുള്ള ഈ ചതിയും വഞ്ചനയൊന്നുമില്ലാതെ മുന്നോട്ട് പോകാന് മതം പഠിപ്പിച്ച കാരണല്ലേ കുറച്ച് സത്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടായത്. മതത്തിന്റെ കാര്യം ആണ് ഈ ചതിയും വഞ്ചനയും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്നത്. അതിപ്പോ മതത്തിലുള്ള ആൾക്കാര് വഞ്ചനയുടെയും കഥ നിങ്ങൾക്ക് അറിയില്ല. ഇപ്പൊ നമ്മുടെ മുഹമ്മദ് നബീന്റെ മകൻ ഹസന് എങ്ങനെ മരിച്ചത്? പേരക്കുട്ടി എങ്ങനെ മരിച്ചത്? യുദ്ധത്തില് പങ്കെടുത്തിട്ട് ഹസനോ? മരിച്ചിട്ടുണ്ടാവും. അത് ഹുസൈനാണ്. ഹസന് മരിച്ചത് എങ്ങനെ? ചതിയല്ലേ? ഹസന് മരിച്ചത് പിന്നെ കഥ പറയണത് എങ്ങനെയാന്ന് വെച്ചാല് അത് ഒരു പെണ്ണിന്റെ ചതിയില് പെട്ട് മരിച്ചു. പെണ്ണല്ല, ഭാര്യനെയും കൊണ്ട് വിഷം കൊടുപ്പിച്ചതാണ്. ഭാര്യനെയും കൊണ്ടാണ് വിഷം കൊടുപ്പിച്ചത്. സ്വന്തം ഭാര്യനെയും കൊണ്ടേ. അപ്പൊ ഇസ്ലാം കൊണ്ട് ചതിയും വഞ്ചനയും ഇല്ലാതാവും നിങ്ങൾ വിചാരിക്കുമ്പോ ആ പഠിപ്പിക്കാൻ വന്ന ആ നബിന്റെ പേരക്കുട്ടി മരിച്ചാണ് ഈ പറഞ്ഞത്. ഇനി മകൾ എങ്ങനെ മരിച്ച? ഫാത്തിമ എങ്ങനെ മരിച്ചത്? നിങ്ങൾ അന്വേഷിക്കണം. ഇനി ഈ ഖുലഫാഉർ റാഷിദീങ്ങൾ എന്ന് പറയണതിൽ ഈ അബൂബക്കർ അല്ലാത്ത 3 ആൾ എങ്ങനെ മരിച്ചത്? അബൂബക്കറിന് പ്രായമായി മരിച്ചു എന്ന് വിചാരിക്കാം. ബാക്കി 3 ആൾ എങ്ങനെ മരിച്ചത്? അബൂബക്കർ മാത്രല്ലേ മര്യാദക്ക് മരിച്ചോളൂ. മുഹമ്മദ് നബി എങ്ങനെ മരിച്ചത്? ചതിയിലല്ലേ? നിങ്ങൾക്കിത് അറിയാത്തതിന്റെ പ്രശ്നമാണ്. നമ്മളിത് വായിച്ച് മനസ്സിലാക്കിയതിന്റെ പ്രശ്നമാണ്. ഇനി എങ്ങനെ ഉമ്മർ മരിച്ചത് ചതിച്ചു വന്നതല്ലേ? ഉസ്മാൻ മരിച്ചത് ചതിച്ചു വന്നതല്ലേ? അലി മരിച്ചത് ചതിയിൽ കൊലപ്പെടുത്തിയതല്ലേ? മുഹമ്മദ് നബിന്റെ മകള് ഫാത്തിമ മരിച്ചത് ആക്രമിച്ച് കൊലപ്പെടുത്തിയതല്ലേ? ആ ഫാത്തിമാന്റെ 2 മക്കളുണ്ടായിരുന്നതിൽ ഹസനും ഹുസൈനും ഹസനെ കൊന്നത് ചതിച്ചു വന്നതല്ലേ? സ്വന്തം ഭാര്യനെ കൊണ്ട് വിഷം കൊടുപ്പിച്ചിട്ടില്ലേ കൊന്നത്? അപ്പൊ ഇതൊന്നും വലിയ പ്രസക്തി ഇല്ലാന്ന്. ഇനി വേറെന്തെങ്കിലും കാരണങ്ങൾ പറയും. ഈ മതങ്ങൾ ഉണ്ടായിരിക്കാൻ ശിഹാബിതങ്ങളും മറ്റൊക്കെ അത് നബിയുടെ പാരമ്പര്യത്തിൽപ്പെട്ട ആളാണെന്ന് പറയുന്നത്. നബിയുടെ പാരമ്പര്യത്തിൽപ്പെട്ടാണെന്ന് പറഞ്ഞാൽ പച്ച നോണയാണ്. അത് മകളുടെ ഫാത്തിമ ബീവിയുടെ മകൻ നബിന്റെ പാരമ്പര്യത്തിൽപ്പെടുക, അത് അലിന്റെ പാരമ്പര്യല്ലേ? അങ്ങനെ പറയണത് ഇങ്ങനെ അതെങ്ങനെ പറയാ? പേരക്കുട്ടികളാണ്, മുഹമ്മദ് നബിന്റെ പേരക്കുട്ടികളാണെന്ന് പറയുന്നത് ശുദ്ധമായ തെറ്റാണ്, പറയാൻ പാടില്ലാത്താണ്. കുറെ തങ്ങന്മാരെ പറയുന്നുണ്ട്, കുറെ വിശ്വാസികളെ വിചാരിച്ച് നടക്കണുണ്ട്. വാസ്തവത്തിൽ ഇസ്ലാമിൽ ഇപ്പൊ നമ്മൾ ആദം നബി മുതൽ ഇങ്ങോട്ട് ഇങ്ങനെ ആദം, ഇദ്രീസ്, നൂഹ് ഇങ്ങനെ ഇങ്ങോട്ട് പോരല്ലേ?
മുഹമ്മദ് നബിന്റെ വാപ്പാരെ പേര് പറയുമ്പോ അബ്ദുല്ലാഹിബിൻ അബ്ദുൽ മുത്തലിബിന് ഹാഷിമിബിന് അബ്ദുൽ മനാഫിബിന് അങ്ങനെ പറഞ്ഞു പോവല്ലേ മേലക്ക്. ഇതിലെവിടെ പെണ്ണുങ്ങൾ വരുന്നേ? ഇപ്പം നിങ്ങൾ അലീന്റെ ഇവിടുന്ന് തങ്ങന്മാരെ കേസ് ഇനിയിപ്പോ ഇവര് പിന്നെ ഹുസൈനി പാരമ്പര്യത്തിലുള്ള തങ്ങന്മാരാണെന്ന് പിന്നെ പരമ്പരയെന്ന് വിചാരിച്ചോ? ഹുസൈന്റെ പരമ്പര അല്ല ഹസന്റെ പരമ്പരയാന്ന് വിചാരിച്ചോ? നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് എണ്ണി പോയി കഴിഞ്ഞാല് ഒന്നില് ഹസന് അല്ലെങ്കിൽ ഹുസൈന്, ഹസനാണെന്നാണ് എന്റെ ഓർമ്മ. ഇനി അവിടുന്ന് അങ്ങോട്ട് ഹസന്റെ മേലക്ക് ഹസന്റെ വാപ്പാന്റെ പേര് പറയുമ്പോ എവിടുക്ക പോവാ? അലി. അലീന്റെ വാപ്പ ആരാ? അബു താലിബ്. അത് ആ നാട്ടിലെ ഒരു തികഞ്ഞ മുഷിരിക്കിലേക്കല്ലേ ചെന്നെത്തുള്ളൂ, മുഹമ്മദ് നബിക്ക് എത്തൂലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ ഹുദവി ബിരുദം നേടിയ അസ്കർ അലി ഉണ്ടല്ലോ, അസ്കർ അലി കോഴിക്കോട്ടുള്ള ആള്, യൂണിവേഴ്സിറ്റിയുടെ അവിടെ. ഈ അസ്കർ അലിനായിട്ട് ഞാന് വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ ആളെ ഈ ഫേസ്ബുക്കില് ഞാനും ബന്ധമൊന്നുമില്ല. ഇന്നിപ്പോ എന്നെ വേറെ സക്കാഫി വിളിച്ചിരുന്നു. എന്താ ചെയ്യാ, വേറെ പള്ളിക്ക് ഖുതുബ പറയണ മൂല്യമാര് വിളിക്കലുണ്ട്. ഓൽക്ക് എന്താ വെച്ചാല് ഓൽക്ക് ഇങ്ങനെ ആയിപ്പോയി, ജീവിതം ഇങ്ങനെ ആയിപ്പോയി, ഓൽക്ക് ഇതൊക്കെ മനസ്സിലായി. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പറഞ്ഞ ജീവിതം കോഞ്ഞാട്ടാവും, മുണ്ടിയ ജീവിതം കോഞ്ഞാട്ടാവും എന്നുള്ള പേടിയിൽ പാവങ്ങൾ ജീവിക്കുകയാണ്. എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ആലോചിച്ച് ഈ ഇസ്ലാം സമാധാനമാണെന്ന് പറയും ചെയ്യും. ഈ ഇസ്ലാമിന്റെ കേസിൽ ആർക്കെങ്കിലും ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാനാണെങ്കിൽ ജീവന് പേടിയാണേനും. പേടിയുള്ള ഒരു സാധനം, സമാധാനത്തിന്റെ ഒരു വസ്തുവിനെ ആരെങ്കിലും പേടിക്കുവോ? നിങ്ങൾ പറഞ്ഞ അതേപോലെയാണെന്നുണ്ടെങ്കിൽ ഇസ്ലാമിനെ മറ്റുള്ള മതങ്ങളിൽ പേടിയാണല്ലോ. ഇസ്ലാമിൽ നിന്ന് പുറത്തു പോണ ആൾക്കാർക്ക് ആണ് ഏറ്റവും കൂടുതൽ പേടി. ഇസ്ലാമിൽ വിശ്വാസം നഷ്ടപ്പെട്ട ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പേടി. ഈ 1400 ചില്ലാനം കൊല്ലായില്ലേ ഇസ്ലാമിന്റെ ഈ ഇത് തുടങ്ങി. ഇസ്ലാമിനെ മനസ്സിലാക്കിയവർക്കൊക്കെ ഇസ്ലാമിനെ പേടിയുണ്ട്. ഇപ്പൊ മുഹമ്മദ് നബിക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേക നിയമത്തുകളിൽ ഒന്ന്, മുഹമ്മദ് നബിന്റെ പേര് കേൾക്കുമ്പോ എത്രയോ ദൂരത്തുള്ള മനുഷ്യന്മാർക്ക് ഉള്ളിൽ പേടി ജനിക്കുമായിരുന്നു എന്നാണ് ഹദീസിലുള്ളതാണ്. അതല്ല, ഇത്രയും 1450 കൊല്ലത്തോളായില്ലേ, 1500 കൊല്ലത്തിന്റെ അടുത്തായില്ലേ ഇപ്പൊ ഇസ്ലാമിന്റെ വളർച്ച തുടങ്ങിയിട്ട്. ഇസ്ലാമിന്റെ വളർച്ചയും ഈ പേടിയിലല്ലേ. മനുഷ്യന്മാര് മരിച്ചു പോയാലുള്ള പേടി, ഖബറിലെ പേടി, മുർത്തദായി പോയാൽ കൊല്ലുന്നുള്ള പേടി, ഇങ്ങനെയുള്ള പേടിയല്ലേ ഇതൊക്കെ. നരകത്ത് പോയി കിടക്കുന്നുള്ള പേടി, ഈ പേടി തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഇസ്ലാം മൊത്തമായും ചില്ലറയായും പേടിയാണ്. അത് അതിനകത്തുള്ളവർക്കും പേടി, പുറത്തുള്ളവർക്കും പേടി. എന്നിട്ട് അതിന് പേര് സമാധാനം എന്നോ? നിങ്ങളൊന്ന് ആലോചിക്കും, ഇതിനേക്കാളും വലിയ തമാശ എന്താ പറയാ? നിങ്ങൾ ചായ ഒക്കെ കുടിച്ചോ? ചായ കുടിച്ചു. ചായ കട്ടൻ ചായ ഒക്കെ കുടിച്ചു. ഇവിടെ ഞാൻ മിക്സറിൽ ഇങ്ങനെ നല്ല എരിവുള്ള മിക്സറിൽ കട്ടൻ ചായ പാർന്നിട്ട് ഇങ്ങനെ കുടിക്കണം അല്ലേ? ചെറുപ്പത്തിലൊക്കെ ഞാൻ നല്ല കുടിച്ചു. എന്നാ ആയിക്കോട്ടെ, നമുക്ക് ഇനി പിന്നെ സംസാരിക്കാം. ഞാൻ വണ്ടിയിലെ സ്ഥലത്ത് എങ്ങനെ നമ്മളിപ്പോ ഈ സംസാരിച്ചൊന്നും യൂട്യൂബിൽ വരില്ലല്ലോ. എന്താ എല്ലാം വന്നിട്ടുണ്ടല്ലോ ഇതുവരെ ഇല്ലേ? കേൾക്കലില്ലേ? യൂട്യൂബിൽ വന്നിട്ടില്ല. നിങ്ങളൊന്നും കേക്കായിട്ടാണ്, അതൊക്കെ ഇട്ടിട്ടുണ്ട്. ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണ്. പിന്നെന്താ, ആൾക്കാർക്ക് നല്ല അഭിപ്രായമാണ് അറിയാം. ആൾക്കാർക്ക് ഇപ്പൊ ഈ പറഞ്ഞ പോലെ സഖാഫി വിളിച്ചു പറഞ്ഞ സഖാഫിയുടെ ഒക്കെ നിങ്ങൾ യൂട്യൂബിൽ വിടണ്ട. അങ്ങനെ വെച്ചാ പിന്നെ എല്ലാം വിടുവേ. ഏത് സഖാഫിയാണ് അങ്ങനെ പറയാൻ പറ്റില്ല. ആ ചങ്ങായിക്കവിടെ ജീവിക്കണ്ട. എന്താ നിങ്ങൾ ഈ പറയണേ? നിങ്ങളൊന്നും പോയി ചെയ്യൂല, പക്ഷെ ഇത് കേൾക്കണമാര് വേറെ ഉള്ളവരുണ്ട് കുറെ എണ്ണം. ഈ ഒരു അടുത്തൊരു ദിവസം പിന്നെ ഈ കോതമംഗലത്തെ അവിടുന്ന് ചങ്ങായി വിളിച്ചിട്ട് കൈയും കാലും വെട്ടുന്ന നിങ്ങൾ കേട്ടില്ലേ? അല്ല, ഒരു സ്ത്രീ വിളിച്ചിരുന്നു. അത് ജിഹാദായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്താ മുജാഹിദ് പ്രവർത്തകനായിരുന്നു. അയാള് മുജാഹിദ് പ്രവർത്തകനായിരുന്നു. പിന്നെ നിങ്ങള് പറഞ്ഞ എല്ലാ ആളുകൾക്കും ഇനി ഇവിടുന്ന് അങ്ങോട്ട് പ്രണയിക്കണ ഓരോ പ്രണയിതാക്കൾക്ക് ഒരു വഴികാട്ടി ആയിക്കോട്ടെ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ സംസാരിക്കും. അതായത് നിങ്ങളിപ്പോ യൂട്യൂബില് കാണുമ്പോ പോയി പെടണ്ടെന്ന് പറഞ്ഞത് നമ്മള് ആൾക്കാർക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഉപകാരം ചെയ്തല്ലാത്ത ഉപകാരല്ലേ?
ശരി. അപ്പൊ ആയിക്കോട്ടെ, എന്നാ അങ്ങനെ ആക്കാം. ശരി ശരി.